ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ മഴ അങ്ങനെ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ പോലെയുള്ളൂ. എന്നാലും നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഹാങ്ങിങ് ബോട്ടിൽ ഉണ്ടായിരുന്ന എപ്പീഷ്യ ഒരു ലൈറ്റ് റെഡ് കളറിലെ എപ്പീഷ്യ ആയിരുന്നു, ഗ്രീൻ ലീഫിൻ്റെ. അതങ്ങ് ശരിക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അതിന് താഴെ നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് താഴെ നിൽക്കട്ടെ അല്ലേ. അതുകൊണ്ട് ഞാൻ മാവിൻ ചോട്ടിലേക്ക് മണ്ണിൽ തന്നെ വെച്ച് കൊടുത്തിട്ടാണ്. എന്നിട്ട് ആ പുതിയ എപ്പീഷ്യ ഹാങ്ങിങ് ബോട്ടിലോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അത് ശരിക്കും ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. പെൺബുദ്ധി പിൻബുദ്ധി എന്നാണല്ലോ. മര്യാദയ്ക്ക് ആ പോട്ട് താഴേക്ക് എടുത്തിട്ട് വെച്ചാൽ മതിയായിരുന്നു. പിന്നീട് ഞാൻ എടുത്ത് താഴേക്ക് എടുത്തിട്ട് രണ്ടാമത് മണ്ണ് വെച്ച് അത് ഉറപ്പിച്ചിട്ട് വീണ്ടും കയറ്റി വെച്ചിട്ടാണ്. അപ്പോൾ 2 പണി ചെയ്തപ്പോഴേക്കും വൈറ്റ് പോട്ടല്ലേ, അതിൽ നല്ലപോലെ അഴുക്കായി. പിന്നെ അത് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടാണ് പിന്നെ അടുത്ത പണിയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ആ ഗ്രീൻ ലീഫിൻ്റെ എപ്പീഷ്യ താഴെ നട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് കുറച്ച് അധികം നോഡുകളുണ്ട്. അതിങ്ങനെ വെറുതെ ഒരു ബലമില്ലാണ്ടിങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് താഴെ നട്ട് കൊടുക്കുന്നത് കേട്ടോ. അവിടെ ഒരു ഇത്തിരി ചെരിഞ്ഞ മണ്ണുള്ള സ്ഥലമായതുകൊണ്ട് വെള്ളം കെട്ടുമൊന്നുമില്ല, പിടിച്ചോളും അവിടെ. ഇന്ന് പറിച്ച് നടിയിലിൻ്റെ ദിവസം കൂടിയാണ് കേട്ടോ. നമ്മുടെ ഈ അഡീനിയം പ്ലാന്റിൻ്റെ ചട്ടികളിൽ 3-4 ചട്ടികളിലായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വിങ്കയുടെ വിത്ത് വീണ് മുളച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് കളറാണെന്ന് എനിക്കറിയില്ല, പിങ്കാണോ വൈറ്റാണോ പീച്ചാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അതിനെ എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് പറിച്ച് പോട്ടിലേക്ക് മാറ്റി നടാമെന്ന് കരുതിയിട്ട് എല്ലാം പറിച്ചെടുത്ത് ഇപ്പോൾ നമ്മൾ എപ്പീഷ്യ എടുത്ത ഒരു ചട്ടിയുണ്ട്, പിന്നെ വേറൊരു 2 ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും കൂടി ഞാൻ മാറ്റി നട്ട് വെച്ചിട്ടാണ്. എല്ലാ കാലത്തും നിറയെ പൂവിടുന്ന ചെടിയായതുകൊണ്ടാവണം കളയാനായിട്ട് ഒരു മനസ്സ് തോന്നുന്നില്ല. അത് മാറ്റി വെച്ച് കൊടുത്ത് അതിൻ്റെ സ്വന്തം സ്ഥലത്തിരുന്ന് നന്നായിട്ട് വളർന്ന് നന്നായിട്ട് പൂവിട്ടോളും. അപ്പം ഞാനതിനെ പറിച്ച് നട്ട് അതിന് ശേഷം സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകിയിട്ട് ആ കസേരയിലൊക്കെ കയറി നിന്ന് കസേരയിൽ നിറച്ച് മണ്ണും പോട്ട് മിക്സൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി താഴെയും കൂടി ഒന്ന് ഞാൻ അടിച്ച് കഴുകിയിട്ടാ. മഴ ഇങ്ങനെ പൂർണ്ണമായിട്ടും തോരാതെ ചന്നഭിന്നം പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാനും പറ്റില്ല.